സുറിയാനി ക്രിസ്ത്യൻ ഐക്യത്തിന് 75 വർഷം. സെക്കന്ദരാബാദ് സെന്റ് ആൻഡ്രൂസ് പള്ളിയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. ബംഗളൂരു സഹായ മെത്രാപ്പൊലീത്ത വർഗീസ് മാർ ഫീലക്സിനോസിന്റെ നേതൃത്വത്തിലാണ് ജൂബിലി ആഘോഷം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഹൈദരാബാദിലെ സുറിയാനി ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും നാഴികക്കല്ലായ സെക്കന്ദരാബാദ് സെന്റ് ആൻഡ്രൂസ് ഓർത്തഡോക്സ് പള്ളിയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. നവംബർ 30 സെന്റ് ആൻഡ്രൂസ് പെരുന്നാളിനോടനുബന്ധിച്ചാണ് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. എക്യൂമിനിസവും കാരുണ്യവും എന്നതാണ് ജൂബിലി ആഘോഷത്തിന്റെ വിഷയം. ബംഗളൂരു സഹായ മെത്രാപ്പൊലീത്ത വർഗീസ് മാർ ഫീലക്സിനോസിന്റെ നേതൃത്വത്തിലാണ് ആഘോഷം. പ്രിയങ്ക വർഗീസ് IFS ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി മെഡിക്കൽ രക്തദാന ക്യാമ്പുകൾ, യുവജന കായികമേള, ഹൈദരാബാദിലെയും സെക്കന്ദരാബാദിലെയും എല്ലാ മലയാളി ഇടവകകളെയും ഉൾപ്പെടുത്തി സംഗീത സന്ധ്യ, പൊതുസമൂഹത്തിനെ സഹായിക്കാനായി വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. മുൻപ് സ്കോട്ടിഷ് ചർച്ച് എന്നറിയപ്പെട്ടിരുന്ന സെന്റ് ആൻഡ്രൂസ് ചർച്ച് 1865 ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പള്ളി ഭാരത സർക്കാർ ഏറ്റെടുക്കുകയും സുറിയാനി ക്രിസ്ത്യൻ സമൂഹത്തെ ഏൽപ്പിക്കുകയുമായിരുന്നു. 1951 ഓർത്തഡോക്സ് ഇടവക സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്തയായി തീർന്ന ഫാദർ KK മാത്യൂസ് ആയിരുന്നു ആദ്യ വികാരി. 2002 പഴയ കെട്ടിടം പൊളിച്ചു നീക്കി 2005 മാർച്ചിൽ കത്തോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തോമസ് മാർ തിമോത്തിയോസ് പുതിയ പള്ളിയുടെ കൂദാശ നിർവഹിച്ചു. ഇന്ന് ഓർത്തഡോക്സ്, മർത്തോമ എന്നീ 2 വലിയ സഭകൾ ഒരേ കോമ്പൗണ്ടിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. രജിസ്റ്റർ ചെയ്ത 400ഓളം കുടുംബങ്ങളും പതിവായി ആരാധനയിൽ പങ്കെടുക്കുന്ന 100 കണക്കിന് മറ്റു വിശ്വാസികളും ഇന്നീ ഇടവകയുടെ ഭാഗമാണ്. ബംഗളൂരു ഭദ്രാസനത്തിന് കീഴിലാണ് വലിയ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ആൻഡ്രൂസ് ഓർത്തഡോക്സ് ചർച്ച്. ഫാദർ ബിനോസ് സാമുവലാണ് ഇപ്പോഴത്തെ ഇടവക വികാരി. ന്യൂസ് ഡെസ്ക് ജനം.